ദൈവനാമം മഹത്വപ്പെടട്ടെ. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിനുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നുവെന്ന ഫിലിപ്പിയർ 3:12-14 വരെയുള്ള തിരുവചന ഭാഗത്ത് ദമസ്കസ് അനുഭവത്തിലൂടെ ക്രിസ്തു തന്നെ പിടിച്ചടക്കിയെന്നും ആ ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വന്തമാക്കുവാൻ താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നും പൗലോസ് വ്യക്തമാക്കുന്നു. ആ ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വന്തമാക്കുവാൻ താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ ക്രിസ്തുവിലുള്ള പരമവിളിയിലേക്കുള്ള ഓട്ടമായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ഓട്ടക്കളത്തിലെ ലക്ഷ്യബോധമുള്ള ഓട്ടക്കാരനായി അത് നിർവഹിക്കുന്നവനായും അപ്പോസ്തലനെ നാം ഇവിടെ കാണുന്നു. ക്രിസ്തുവിനോടുകൂടി പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാവുകയെന്ന ക്രിസ്തുവിലുള്ള പരമവിളി ജീവിത ലക്ഷ്യമായി അദ്ദേഹം മനസ്സിലാക്കിയതായി 1 തെസ്സലോനിക്കർ 4:17, റോമാലേഖനം 5:2 വെളിപ്പെടുത്തുന്നു. ഇതുവരെ ഓടിയതെല്ലാം മറന്നിട്ട് യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള ഓട്ടക്കളത്തിൽ പരമലക്ഷ്യമായ മഹത്വീകരണത്തിൽ അഥവാ തേജസ്കരണത്തിൽ എത്തുന്നിടം വരെയുള്ള ഓട്ടം പൂർത്തിയാക്കുവാനാണ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. തികഞ്ഞവർ എന്നത് വിശുദ്ധർ എന്നതിന് പര്യായമായി ക്രിസ്തു ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അംഗങ്ങളുടെ വർത്തമാനകാല സാൻമാർഗിക വിശുദ്ധിയേക്കാൾ വിശുദ്ധ സഭയിൽ വിശുദ്ധനായ ക്രിസ്തുവിനോടുള്ള സംസർഗത്തിൽ വിശുദ്ധിക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണതയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ട് ആ പൂർണ്ണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പറയുന്നു, തികഞ്ഞവൻ്റെ ലക്ഷണം ഞാൻ തികഞ്ഞവനല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നു എന്നതാണ്. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ തികഞ്ഞവനെന്നും ആരും സ്വയം കരുതരുത്. താൻ തികഞ്ഞവനല്ല എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ പൂർണ്ണതയിലേക്കുള്ള ആദ്യപടി. അതുകൊണ്ട് പൂർണ്ണത പ്രാപിക്കുവാൻ ഇനിയും യാത്ര ചെയ്യണമെന്ന ബോധ്യത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധിയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ തെറ്റുകൾ പാപങ്ങളായി അവർക്ക് അനുഭവപ്പെടുകയില്ല. വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് അടുത്തു ചെല്ലും തോറും ഒരുവന് ചെറിയ തെറ്റുകളും വലിയ പാപങ്ങളായി തോന്നുകയും ഞാൻ മഹാപാപി എന്ന ഏറ്റുപറച്ചിലുണ്ടാവുകയും ചെയ്യും. നമ്മളുടെ ജീവിതത്തെയും ഇവിടെ പുനർചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളിൽ അനേകർക്കും നമ്മുടെ തെറ്റുകൾ പാപങ്ങളായി തോന്നാറില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ തിന്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഉസിയ രാജാവ് മരിച്ചപ്പോൾ പ്രവാചകൻ യഹോവയുടെ മഹത്വം തിരിച്ചറിയുകയും ചുറ്റും നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സാറാഫുകൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറയുന്നത് കേട്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ തിരിച്ചറിയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അത് വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിരുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നാമും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ആയുസ് കളയാതെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഉസിയ രാജാവ് നമ്മിലും മരിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ,
ഞാൻ തികഞ്ഞവനല്ല എന്ന് സ്വയം തിരിച്ചറിയുകയും അശുദ്ധിയുടെ വഴിവിട്ട് വിശുദ്ധിയുടെ പാതയിൽ, അതെ, ക്രിസ്തുവിൻ്റെ പാതയിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങളെ പ്രാപിച്ച് വിശുദ്ധതയോടെ അവിടുത്തെ വേല ചെയ്യുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ദമസ്കസ് അനുഭവത്തിലൂടെ ക്രിസ്തു തന്നെ പിടിച്ചടക്കിയെന്നും ആ ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വന്തമാക്കുവാൻ താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ പൗലോസ് അപ്പോസ്തലനും നമുക്ക് മാതൃകയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.